വെള്ളമില്ലാത്ത വരണ്ട പ്രദേശങ്ങളിൽ പോലും തെങ്ങുകളും മറ്റു വിളകളും സമൃദ്ധമായി വളരാൻ കൊക്കോമാക്സ്, അഭിമാൻ, ആർബിക്സ് എന്നിവ സഹായിക്കുന്നു. കാണ്ടാമൃഗ വണ്ടുകളുടെ ആക്രമണം മൂലം നശിച്ച മരങ്ങളെ സ്വാഭാവികമായി സംരക്ഷിക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും കൊക്കോമാക്സ്, അഭിമാൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. മരത്തിന്റെ മധ്യഭാഗത്തെ തണ്ടിലെ കേടുപാടുകൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്നു. വെള്ളീച്ചയുടെ ആക്രമണത്തിൽ നിന്ന് യാതൊരു സ്വാധീനവുമില്ലാതെ പച്ചപ്പ് നിറഞ്ഞ ഇലകൾ വളരുന്നു. തെങ്ങ്, പേര, മാവ്, നാരങ്ങ തുടങ്ങിയ വിവിധ വിളകളിൽ മികച്ച വളർച്ച കാണപ്പെടുന്നു. മുമ്പ് പേരക്ക മരങ്ങളിൽ വെള്ളീച്ചയുടെ ആക്രമണം രൂക്ഷമായിരുന്നു. ഇത് അവയുടെ എല്ലാ ഇലകളും വാടിപ്പോകാൻ കാരണമായി. എന്നിരുന്നാലും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനുശേഷം ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു. നിലവിൽ പേരക്ക മരങ്ങൾ ഊർജ്ജസ്വലമായ പച്ചപ്പ് പ്രകടിപ്പിക്കുകയും ധാരാളം ഫലം കായ്ക്കുകയും ചെയ്യുന്നു. എന്റെ പേര് ആന്റണി സ്വാഗിൻ. ഞാൻ ട്രിച്ചി ജില്ലയിലെ ആലുണ്ടൂരിലാണ് താമസിക്കുന്നത്. 2021 ഒരു വീട് പണിയുന്നതിനായി ഞാൻ ഈ സ്ഥലം വാങ്ങി. തുടർന്ന് ഞങ്ങളുടെ വീട്ടാവശ്യമായ പഴങ്ങളും വിളകളും സ്വയം വളർത്തണമെന്ന ആഗ്രഹത്താൽ തെങ്ങ്, മാങ്ങ, പേര, ചക്ക, നാരങ്ങ, മാതളനാരങ്ങ, കറിവേപ്പില തുടങ്ങിയ വിവിധതരം മരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ചു. ആദ്യം ഞാൻ ഈ മരങ്ങൾ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു. എന്നിരുന്നാലും പ്രത്യേകിച്ച് തെങ്ങുകൾ കാണ്ടാമൃഗ വണ്ടുകളുടെ ആക്രമണത്തിന് ഇരയായി. ഈ ആക്രമണം മധ്യഭാഗത്തെ ചിനപ്പുപൊട്ടലിന് കേടുപാടുകൾ വരുത്തി മരങ്ങൾ ദുരിതത്തിലായി. ഇത് കണ്ടതിൽ എനിക്ക് വലിയ വിഷമം തോന്നി. ആ സമയത്ത് ഒരു പരസ്യത്തിലൂടെ ഞാൻ APKS ഓർഗാനിക്സ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. കൊക്കോമാക്സ് എന്ന ദ്രാവക ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് മരങ്ങൾ ആരോഗ്യകരമായി വളരാൻ സഹായിക്കുമെന്ന് പരസ്യത്തിൽ പറഞ്ഞിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കപ്പ് ഫുൾ ഏകദേശം 100 മില്ലി ഉൽപ്പന്നം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി 2-3 തവണ മരങ്ങളിൽ ഒഴിച്ചു. ഈ പ്രയോഗത്തെ തുടർന്ന് കാണ്ടാമൃഗ വണ്ടുകളുടെ ആക്രമണം കുറഞ്ഞു. മരങ്ങൾ ആരോഗ്യകരമായ വളർച്ച പുനരാരംഭിച്ചു. തണ്ടുകൾക്ക് കേടുപാടുകൾ കൂടാതെ അവയുടെ പച്ചപ്പ് നിറഞ്ഞ രൂപം വീണ്ടെടുത്തു. ഈ പരിവർത്തനം കാണാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിച്ചു. അതിനുശേഷം ഞാൻ 4-5 തവണ ഈ ഉൽപ്പന്നം തുടർന്നും പ്രയോഗിച്ചു. എന്റെ തോട്ടത്തിൽ ആകെ 13 തെങ്ങുകളുണ്ട്. ജലലഭ്യത പരിമിതമായ ഒരു വരണ്ട പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും 600 അടി താഴ്ചയിൽ ഒരു കുഴൽക്കിണർ സ്ഥാപിച്ചു. 300 അടി ഉയരത്തിൽ വെള്ളം ലഭിക്കുന്ന രീതി ഒരു ജനറേറ്റർ ഉപയോഗിച്ച് ഭൂമിയിൽ ജലസേചനം നടത്തിവരുന്നു. മറ്റെല്ലാ ദിവസവും മരങ്ങൾ നനച്ചുകൊണ്ടാണ് ഞാൻ അവ പരിപാലിക്കുന്നത്. കൊക്കോമാക്സിന് പുറമെ അഭിമാൻ, ആർബിക്സ് തുടങ്ങിയ ദ്രാവക ഫോർമുലേഷനുകളും ഞാൻ ഉപയോഗിക്കുന്നു. വേരുകളുടെ വളർച്ചയെ ഇവ ഗണ്യമായി സഹായിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയതിനാൽ ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ പ്രത്യേകം ഉപയോഗിക്കുന്നു. തൽഫലമായി വെള്ളീച്ചകളുടെയും മറ്റ് കീടങ്ങളുടെയും ആക്രമണം ഗണ്യമായി കുറഞ്ഞു. മുമ്പ് എന്റെ പേരക്ക മരങ്ങളിൽ വെള്ളീച്ചയുടെ ആക്രമണം ഗുരുതരമായിരുന്നു. ഇത് പലപ്പോഴും ഇലകൾ പൂർണ്ണമായും പൊഴിയാൻ കാരണമായി. എന്നിരുന്നാലും ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിനുശേഷം ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു. നിലവിൽ പേരക്ക മരങ്ങൾ പച്ചപ്പ് നിറഞ്ഞതും ധാരാളം ഫലം കായ്ക്കുന്നതുമാണ്. പേരക്ക മരങ്ങൾ താരതമ്യേന ചെറുതാണെങ്കിലും അവ സമൃദ്ധമായ വിളവ് നൽകുന്നു. പഴങ്ങൾ ചുവപ്പ് നിറത്തിലും രുചികരവുമാണ്. ചെറിയ വിത്തുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവ കഴിക്കാൻ ഒരു രുചികരമായ വിഭവമായി മാറുന്നു. കൂടാതെ ജൈവകൃഷിയോടുള്ള പ്രതിബദ്ധതയാൽ ഈ തരത്തിലുള്ള പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുകൂലമായി ഞാൻ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി. മരങ്ങളുടെ ചുവട്ടിൽ ഞാൻ കറ്റാർ വാഴ നട്ടുപിടിപ്പിച്ചു. ചെടിയുടെ സ്വാഭാവിക കയ്പ് ഒരു പ്രതിരോധമായി പ്രവർത്തിക്കുകയും കീടബാധ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഞാൻ നാരങ്ങാപ്പുല്ല് പോലുള്ള വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. കാണ്ടാമൃഗ വണ്ടിന്റെ ആക്രമണം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി. മരത്തിന്റെ ഇളം തളിരുകൾക്കുണ്ടായ കേടുപാടുകൾ ഗണ്യമായി കുറഞ്ഞു. തൽഫലമായി എല്ലാ മരങ്ങളും തഴച്ചു വളർന്നു. സമൃദ്ധമായും ആരോഗ്യത്തോടെയും കരുത്തുറ്റും വളർന്നു. മുമ്പ് വ്യാപകമായിരുന്ന വെള്ളീച്ചയുടെ ആക്രമണം പൂർണ്ണമായും അപ്രത്യക്ഷമായി. പേര, തെങ്ങ് എന്നിവയുൾപ്പെടെ എന്റെ എല്ലാ മരങ്ങളിലും വിളവിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ജലക്ഷാമമുള്ളതും വരണ്ടതുമായ അന്തരീക്ഷത്തിൽ പോലും മരങ്ങൾ വളരെയധികം വളർന്നു എന്നത് പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ഈ പരിവർത്തന ഫലങ്ങൾ ജൈവകൃഷി രീതിയിലുള്ള എന്റെ ദൃഢനിശ്ചയത്തെയും ആത്മവിശ്വാസത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തി. എന്റെ പൂന്തോട്ടത്തിൽ മരച്ചീനി, പീച്ചിങ്, പടവലം, നാരങ്ങാപ്പുല്ല്, നീളമുള്ള കുരുമുളക്, ബ്ലാക്ക് ഹോളി ബേസിൽ എന്നിവയുൾപ്പെടെ വിവിധതരം സസ്യങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നു. അവയെല്ലാം ആരോഗ്യകരമായി വളരുന്നു.